ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആറാട്ടുപുഴ സ്വദേശി നേഹയാണ് മരിച്ചത്. രാവിലെയാണ് നവോദയ സ്കൂൾ ഹോസ്റ്റലിലെ ശുചിമുറിയിലേക്കുള്ള ഇടനാഴിക്ക് സമീപം നേഹയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആറാട്ടുപുഴ സ്വദേശി നേഹ. ഹോസ്റ്റലിൽ നിന്ന് നേഹയുടെ ഡയറി പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം സ്കൂളിൽ നടന്ന പരിപാടികളിൽ നേഹ സജീവമായി പങ്കെടുത്തിരുന്നതായും കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായതായി തോന്നിയില്ലെന്നും അധ്യാപിക പറഞ്ഞു. ഇന്നലെയും ക്ലാസ്സിൽ ഞാൻ 2 പീരീഡ് പോയിരുന്നു, രാവിലെ അറ്റൻഡൻസ് കൂടാതെ. ആ സമയത്തൊക്കെ കുട്ടി വളരെ ആക്റ്റീവാണ്, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ വൈകിട്ട് ഞങ്ങൾക്കൊരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിലൊക്കെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും വൈകിട്ട് അവൾ ബാഡ്മിൻ്റൺ കളിച്ചു. അവൾ എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവാണ്. അതേസമയം സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തി. ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം ഉണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയറിയിൽ എന്താണെന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ ഞങ്ങളെ കാണിക്കാനും കഴിയത്തില്ല എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. അവർ പറയുന്നത് എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒരു റാഗിങ് ഉണ്ടായി. ഇതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഭയപ്പാടോടുകൂടി കൊണ്ടാണ് അവരാരും ഇതിനെപ്പറ്റി കൃത്യമായ ഒരു കാര്യം വെളിയിൽ പറയാത്തത്. ഒരാഴ്ചയിൽ 3 തവണ ഈ കുട്ടികളൊക്കെ വീടുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ട് 1 തവണയാണ് ഇപ്പോൾ വീട്ടിലേക്ക് ഒരു കോൾ ചെയ്യാൻ അനുവദിക്കുന്നത്. ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വലിയ സമരങ്ങൾ ഇനിയുണ്ടാകും. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് മുൻപ് സ്കൂളിന് നേരെ പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും നേഹയുടെ മരണത്തെ ഇതുമായി ബന്ധിപ്പിക്കുന്ന ഒരു സൂചനയും ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.